ചെന്നൈയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ മറീന ബീച്ചിന്റെ തെക്കേ അറ്റത്തുള്ള നൊച്ചിക്കുപ്പം ബീച്ചിലാണ് ഇപ്പോൾ ഞാൻ. നൊച്ചിക്കുപ്പം ഒരു മത്സ്യബന്ധന ബീച്ചാണെന്ന് പറയാം. ധാരാളം മത്സ്യബന്ധന തൊഴിലാളികൾ ഈ ബീച്ചിന്റെ ഓരത്തും പാതയ്ക്കപ്പുറവുമെല്ലാമായി വസിക്കുന്നുണ്ട്. ഒരു ചേരി പ്രദേശം പോലെയാണിവിടം. ആ മത്സ്യത്തൊഴിലാളികളുടെ നൂറുകണക്കിന് വള്ളങ്ങൾ തീരത്ത് നിരന്നു കിടക്കുന്നു. ഉച്ചനേരമാണ്. അതുകൊണ്ടാണ് ബോട്ടുകളെല്ലാം ഇങ്ങനെ കരയിൽ കാണുന്നത്. ഇവർ പുലർച്ചെയാണ് കടലിൽ പോവുക. പുലർക്കാലത്ത് 3 മണിക്കും 4 മണിക്കുമൊക്കെ പോയിട്ട് വെയിൽ ഉറയ്ക്കുന്നതിനു മുൻപ് തിരികെ വരും. ബീച്ചിലെ ആളില്ലാത്ത ഭാഗത്തുകൂടിയെല്ലാം നടന്ന് ഞാനങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ വെയിലത്ത് ഏതാനും പേർ ഇരിപ്പുണ്ട്. വല നന്നാക്കുകയാണവർ. ഈ വല നന്നാക്കൽ മത്സ്യത്തൊഴിലാളികളുടെ കരയിലെ ഒരു പ്രധാന ജോലിയാണ്. 4 മണിക്കൂർ ഇവർ കടലിലാണെങ്കിൽ മറ്റൊരു 4 മണിക്കൂർ ഇങ്ങനെ കരയ്ക്കിരുന്ന് വല നന്നാക്കണം. എങ്കിലേ അടുത്ത ദിവസം കടലിൽ പോകാനാവൂ. മീൻ പിടിക്കുന്ന സമയത്ത് മീനല്ലാതെ ആവശ്യമില്ലാത്ത പലതും വലയിൽ കുരുങ്ങും. അതെല്ലാം പെറുക്കിയെടുത്ത് കളയണം. ഇതൊക്കെയാണ് വലയിൽ നിന്ന് നുള്ളി വലിച്ചെടുത്ത് കളയുന്നത്. മീനിന്റെ കഷ്ണങ്ങൾ, കരയിൽ നിന്നും കടലിലെത്തിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവും. അതെല്ലാം വലയിൽ നിന്ന് വേർപെടുത്തിയെടുക്കണം. ശെൽവവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടിയാണ് ഈ പണി ചെയ്യുന്നത്. ഇതാണ് ശെൽവം. ഇദ്ദേഹമാണ് ഇവരുടെ ലീഡർ എന്ന് പറയാം. ഇവർ 4 മണിക്ക് കടലിൽ പോയതാണെന്നും 8 മണിക്ക് തിരികെ എത്തിയതാണെന്നും പറഞ്ഞു. ഇതാണ് ഇന്ന് കിട്ടിയ മീൻ. എരാൾ എന്നാണ് പറഞ്ഞത്. എരാൾ എന്നാൽ ചെമ്മീനാണ്. പിന്നെ മറ്റു പലതരം മത്സ്യങ്ങളും വലയിൽ കുരുങ്ങും. ഇവർ 5 പേർ ചേർന്നാണ് കടലിൽ പോകുന്നത്. 5 പേരും വല വൃത്തിയാക്കുന്ന പണി ചെയ്യുകയും വേണം. ഇതൊക്കെ കഴിഞ്ഞാൽ പോയി കിടന്ന് ഒന്നുറങ്ങും. അല്പം നേരത്തെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ എഴുന്നേൽക്കും. ഇവരുടെ ജീവിതം അങ്ങനെയാണ്. ജോൺ എന്നാണ് ഈ നിൽക്കുന്ന ആളുടെ പേര്. വേറെ പലരും ക്യാമറയിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ശ്രദ്ധാപൂർവം വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെവിടെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതചക്രം ഏതാണ്ട് ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നി. എന്താണ് സാധാരണ കിട്ടുന്ന മീനെന്ന് ചോദിച്ചപ്പോൾ എരാളാണ് ഈ ദിവസങ്ങളിൽ കൂടുതലും ലഭിക്കുന്നതെന്ന് ശെൽവം പറഞ്ഞു. ഇവർ വൻജാരം എന്ന് വിളിക്കുന്ന അയക്കൂറ, നെത്തല്ലി എന്ന തമിഴിൽ പേരുള്ള നമ്മുടെ നത്തോലി, മത്തി, അയല എന്നിവയൊക്കെയാണ് ചെന്നൈ ഭാഗത്ത് പുറംകടലിൽ ധാരാളമുള്ളത്. ചില സീസണിൽ ഞണ്ടും ധാരാളമായി ലഭിക്കും. ഇവിടെ നിന്നും ഇവർ 4-5 കിലോമീറ്റർ പുറം കടലിലേക്ക് പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വള്ളങ്ങളിൽ പോകാറില്ല. ഇവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് മറ്റു വലിയ ബോട്ടുകൾ കടലിൽ പോകാത്തപ്പോഴും ഇവർ ഈ വള്ളങ്ങളിൽ പോയി മീൻ പിടിക്കാറുണ്ട്. ചെറുവള്ളങ്ങൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്തതാണ് കാരണം. ഞാൻ അവരുടെ അടുത്തു നിന്നും നടന്നു. വലയുടെ വലിയ കിഴിക്കെട്ടുകൾ മണലിൽ അങ്ങിങ്ങും കിടക്കുന്നു. ബീച്ച് അത്ര വൃത്തിയുള്ളതൊന്നുമല്ല. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ബീച്ചിൽ മാലിന്യത്തിന് കുറവൊന്നുമില്ല. പാഴ്ത്തുണികളും പഴയ ഫ്ലെക്സും കൊണ്ട് മറച്ച ഒരു ഷെഡിനകത്ത് കുറെ പേർ ഇരിക്കുന്നുണ്ട്. അവരും വല നന്നാക്കുകയാണ്. പുറത്ത് 2 പേർ നിന്ന് വല വിടർത്തിയിടുന്നുണ്ട്. ഇതെന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ഇവർ വലയുടെ കച്ചവടക്കാരാണ്. ഉപയോഗശൂന്യമായ വലകൾ ഇവർ വാങ്ങും. അതിങ്ങനെ വിടർത്തി പരിശോധിക്കുകയാണ്. ഉടമകൾ ഈ വല വിറ്റിരിക്കുന്നു. പുതിയത് വാങ്ങാൻ വേണ്ടിയാകാം. ഇവർ ഇത് കേടുപാടുകൾ തീർത്ത് വീണ്ടും വിൽക്കുകയോ നൈലോണിന്റെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ ചെയ്യുമായിരിക്കാം. സറൗണ്ടിംഗ് നെറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വലയാണിത്. മീൻകൂട്ടത്തെ വളഞ്ഞു പിടിക്കുന്ന വല. 100 മുതൽ 800 വരെ മീറ്റർ നീളമുണ്ടാകും അതിന്. റോഡിനപ്പുറം ആ കാണുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ഫ്ളാറ്റുകളാണ്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരികളിലൊന്നുണ്ടായിരുന്ന സ്ഥലമാണിത്. അവിടം ഇന്ന് വൃത്തിയിലും ഭംഗിയിലും കിടക്കുന്നു. ഞാൻ റോഡിന്റെ മറുവശത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. ബീച്ച് റോഡ് വരെ നീണ്ടുപോകുന്ന പാതയാണിത്. അതിന്റെ തെക്കേ അറ്റം. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. നൊച്ചിക്കുപ്പം ഫിഷ് മാർക്കറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. 2024 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്ത മാർക്കറ്റാണ്. 9.9 കോടി രൂപ ചെലവഴിച്ച് പണിതതാണിത്. 364 സ്റ്റാളുകൾ മാർക്കറ്റിലുണ്ട്. മനോഹരമായി നിർമ്മിച്ച നല്ലൊരു ഫിഷ് മാർക്കറ്റാണ്.
രാവിലെ 10 മണിയാകുമ്പോഴേക്കും കച്ചവടമെല്ലാം തീർത്ത് എല്ലാവരും പോകും. ഞങ്ങൾ വന്നപ്പോഴേക്കും വൈകിപ്പോയി. എന്നാലും കുറച്ചു കച്ചവടക്കാർ അവിടെ ഇവിടെയുണ്ട്. 6-7 പേർ. അവർ പല സ്റ്റാളുകളിലായി ഇരിക്കുന്നു. ഏത് സമയത്തും വരുന്നവർക്ക് മീൻ വിൽക്കാൻ ഇരിക്കുന്നവരാണ്. എറാൾ എന്ന ചെമ്മീനും മത്തിയും ചെന്നൈ തീരക്കടലിൽ സാധാരണ കിട്ടുന്ന മീനുകളുമൊക്കെയാണ്. ഞാൻ മാർക്കറ്റിലൂടെ ഒന്ന് നടന്നു. ഇത് മാർക്കറ്റിന്റെ പാർക്കിംഗ് ഏരിയയാണ്. അകത്തെ സ്റ്റാളുകളിലേതിനേക്കാൾ ഈ പാർക്കിംഗ് ഏരിയയിലാണ് കച്ചവടക്കാരുള്ളത്. കുടച്ചുവട്ടിൽ പ്ലൈവുഡും തെർമോകോൾ പെട്ടികളുമെല്ലാം കൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റാളുകളാണിത്. മാർക്കറ്റിനുള്ളിൽ പ്രത്യേക കൗണ്ടറുകളും മറ്റുമായി നല്ല സ്റ്റാളുകൾ പണിതു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്കിഷ്ടം ഇങ്ങനെയുള്ള സ്ഥലത്ത് കച്ചവടം നടത്താനാണെന്ന് തോന്നും. കടൽ മത്സ്യത്തോടൊപ്പം ഇവർ വളർത്തുന്ന മീനും വിൽക്കുന്നു. ചെന്നൈ പരിസരത്ത് പലയിടത്തും ഫിഷ് ഫാമുകളുണ്ട്. അവിടെ നിന്നുള്ള മീനും ഈ മാർക്കറ്റിൽ കച്ചവടത്തിനെത്തും. കണവ, അയല, നത്തോലി, തിരണ്ടി, ഞണ്ട്, കിളിമീൻ തുടങ്ങിയ പലതുമുണ്ട് ഈ കച്ചവടക്കാരിയുടെ പക്കൽ. എല്ലാ ഇനവും കുറേശ്ശെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. നത്തോലി പല വലിപ്പത്തിലുള്ളവ, പിന്നെ വാള പോലുള്ള ചില മീനുകൾ. എല്ലാം കുറച്ചു വീതമേ ഉള്ളൂ. ഈ നത്തോലിക്ക് 350 രൂപയാണ് കിലോയ്ക്ക് ഇവിടെ വില. വേറൊരു കച്ചവടക്കാരി ഇവിടെയുണ്ട്. മീൻ കച്ചവടം നടക്കുന്നിടത്ത് വാചകമടിയാണല്ലോ പ്രധാന പരിപാടി. ഈ മീനിന് കിലോയ്ക്ക് 1100 രൂപയാണ് വില. 6 കിലോയുണ്ട്. അതായത് ആ മീൻ വാങ്ങണമെങ്കിൽ 6000-ലധികം രൂപ കൊടുക്കണം. വെളുത്തുള്ളി കച്ചവടക്കാരുമുണ്ട് ചന്തയിൽ. ഒരു പട്ടി വല്ലതും കിട്ടുമോ എന്നറിയാൻ ചുറ്റി നടക്കുന്നു. ഈ സമയത്ത് തീരെ സജീവമല്ലാത്ത ഒരു ചന്തയാണിത്. രാവിലെ 7 മണി 8 മണി സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി കടൽ തീരത്തു കൂടി തന്നെ യാത്ര തുടർന്നു. ഈ കാണുന്നതെല്ലാം അടുത്ത കാലത്ത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഗവൺമെന്റ് പണിതുകൊടുത്ത ഫ്ളാറ്റുകളാണ്. ഇതിൽ അടുത്തിടെ ഒരു അപകടമുണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി ഇടിഞ്ഞു വീണു. അത് വലിയ വിവാദമായി. ഇവിടെ അടുത്ത് ഭൂമിക്കടിയിലൂടെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. അതിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് ബാൽക്കണി തകർന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. പക്ഷേ മെട്രോ അത് നിഷേധിക്കുകയും ചെയ്തു. ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ തോന്നുന്ന 15 നിലയുള്ള ഈ കെട്ടിടങ്ങളുണ്ടല്ലോ, ഇതും മത്സ്യത്തൊഴിലാളികളുടെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ്. അതെല്ലാം മികച്ച നിലവാരത്തിൽ തന്നെ പണിതിട്ടുണ്ട്. കടലിന് അഭിമുഖമായി തന്നെയാണ് പുതിയ അപ്പാർട്ട്മെന്റുകൾ. ഇതുപോലുള്ള പഴഞ്ചൻ കെട്ടിടങ്ങളും ചേരികളുമൊക്കെയായിരുന്നു നേരത്തെ ഫ്ളാറ്റ് കണ്ട ഭാഗത്തും പണ്ടുണ്ടായിരുന്നത്. ഇവിടെയും അതുപോലെ മാറാനിരിക്കുകയാണ്. കടൽ തീരത്ത് ഇവിടെയും കുറെ മീൻ കടകളുണ്ട്. മോഡേൺ ഫിഷ് മാർക്കറ്റ് വന്നെങ്കിലും വഴിയരികിൽ വെച്ചുള്ള വിൽപ്പന കുറഞ്ഞിട്ടൊന്നുമില്ല. ഒരിടത്ത് വലയിൽ നിന്ന് മീനെ വേർപെടുത്തിക്കൊണ്ടിരിക്കുന്നു. കടലിൽ നിന്ന് വലിച്ചു കയറ്റിയ വല നിവർത്തിയിട്ട് അതിൽ കുരുങ്ങിക്കിടക്കുന്ന മീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കുറച്ചു നേരം കണ്ടുനിന്നു. വലയ്ക്കകത്ത് നിറയെ മീനുണ്ട്. അത് വലക്കണ്ണികളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അത് പറിച്ചെടുക്കുക എന്നത് ഒരു ജോലിയാണ്. മത്തിയാണിത്. വേർപെടുത്തിയിടുന്ന മീൻ തത്സമയം ഇവിടെ വിൽക്കുന്നുമുണ്ട്. ആളുകൾ വലയിൽ നിന്ന് നേരിട്ട് മീൻ വാങ്ങുന്നു. ഇതാണ് ഫ്രഷ് മീൻ. ഐസിട്ട് വയ്ക്കുകയോ രാസവസ്തുക്കൾ കലർത്തുകയോ ചെയ്യാത്ത മീൻ. അതിങ്ങനെ ബീച്ചിൽ നിന്ന് അപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടു പോകാം. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് വരെ ജീവനുണ്ടായിരുന്ന മീനെയാണ് ഇവിടെ നിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെയാണ് വള്ളത്തിൽ പോകുന്ന തൊഴിലാളികൾക്ക് സാധാരണ സീസണിലൊക്കെ മീൻ കിട്ടുക. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള വലയാണ്. അതിൽ ഒരു 50 കിലോ മീൻ എന്തായാലും കിട്ടും. 5 പേരുള്ള ഒരു സംഘത്തിന് അത് വലിയ വരുമാനമൊന്നും നൽകുന്നില്ല. മീനിനെ വലയിൽ നിന്ന് വേർപെടുത്തി ഇങ്ങനെ ഇടുന്നു. അത് ഇവിടെ വെച്ച് അപ്പോൾ തന്നെ വിറ്റുപോകുന്നു. മോഡേൺ മാർക്കറ്റ് പണിതിട്ടുണ്ടെങ്കിലും പഴയ രീതിയിലുള്ള കച്ചവടം ഇഷ്ടപ്പെടുന്നവർ. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഇതാണല്ലോ. ഏറ്റവും മോഡേൺ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടാലും അതിലേക്ക് മാറാൻ ആളുകൾക്ക് മടിയാണ്. യാത്ര തുടരവേ ഇവിടെ നല്ല സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ഉണ്ടെന്ന് ഡ്രൈവർ രാജു പറഞ്ഞു. നാടൻ സീ ഫുഡ് റെസ്റ്റോറന്റുകളാണ്. അവ മിക്കതും മത്സ്യബന്ധന തൊഴിലാളികൾ തന്നെ നടത്തുന്നവയാണ്.
നല്ല ഫ്രഷ് മീൻ കിട്ടും. എന്നാൽ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. വഴിയരികിൽ മുഴുവൻ കുറെ കടകളുണ്ട്. അക്കാക്കട എന്നാണ് മിക്കതിനും പേര്. ചേച്ചിമാരുടെ കടകൾ. സുന്ദരി അക്കക്കട എന്ന ബോർഡ് വെച്ച ഒരു കടയിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. നേരം 12 മണിയായിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന്റെ സമയം. മീനൊക്കെ വറുത്തു തുടങ്ങുന്ന സമയമാണ്. എല്ലാത്തിലും മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി അങ്ങനെ നിരത്തി വെക്കുന്നു. വേറൊരു അക്ക ഇവിടെ നത്തോലി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം കൊതിപ്പിക്കുന്ന ഗന്ധമാണ്. നല്ല ഫ്രഷ് മീൻ വറുത്തു വരുന്നതിന്റെ മണം. കുറെ സ്ത്രീകൾ ചേർന്നാണ് ഈ കടകൾ നടത്തുന്നത്. പാചകക്കാരും സ്ത്രീകളാണ്. പല മീനുകൾ വറുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത കടയിലേക്ക് ചെന്നു. കുറേയേറെ കടകളുണ്ട്. ചിലയിടത്ത് 50 രൂപയ്ക്ക് മീനിന്റെ കൂടെ അൺലിമിറ്റഡ് ചോറ് കിട്ടുമെന്ന ബോർഡ്. മീനാക്ഷി മെസ് തുടങ്ങി പല റെസ്റ്റോറന്റുകൾ. ചിലത് AC ആണ്. മറ്റു ചിലതാകട്ടെ റൂഫ് ടോപ്പിലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര പൊലിമയൊന്നുമില്ലെങ്കിലും പലതും ഉള്ളിൽ നല്ല സൗകര്യങ്ങളുള്ളതാണ്. ഇവിടെ മീൻമുട്ട കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കുന്നു ഒരു സ്ത്രീ. മറ്റൊരു കല്ലിൽ ചെമ്മീൻ ഉലർത്തിക്കൊണ്ടിരിക്കുന്നു. മീനും മസാലയുമൊക്കെ മുരിയുമ്പോഴുള്ള കൊതിപ്പിക്കുന്ന മണം എവിടെയുമുണ്ട്. ഇത്തരം ഓരോ കടയിലും ഒരു 10-12 ഇനം മീൻ വിഭവങ്ങളെങ്കിലും കിട്ടും. ഫ്രഷായ മീനായിരിക്കുമെന്നതും അത് പാചകം ചെയ്ത ചട്ടിയിൽ നിന്ന് തന്നെ കോരി പാത്രത്തിലിട്ട് തരുമെന്നതുമാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടെ ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ കഴിക്കാം. മീൻമുട്ട തോരനാണ് ഈ ഉണ്ടാക്കുന്നത്. ഒരു റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്ത് മാത്രമല്ല കിച്ചൺ. പല ഭാഗത്തായി പാചകം നടക്കുന്നു. വറുത്ത മീൻ കോരി നിരത്താനുള്ള ട്രേകളൊക്കെ റെഡി. ഒരു പാചകക്കാരി വലിയ തവയിലേക്ക് എണ്ണയൊഴിച്ച് മീൻ വറക്കാനുള്ള ഒരുക്കത്തിലാണ്. നല്ല ഫ്രഷ് എണ്ണയാണ് ഒഴിക്കുന്നത്, അല്ലാതെ വീണ്ടും ഉപയോഗിക്കുന്നതല്ല. വലിയ മീൻ ഓരോന്നായി എടുത്ത് കത്തിക്കൊണ്ടൊന്ന് വരയുന്നു. നേരത്തെ തന്നെ ചെതുമ്പൽ കളഞ്ഞ് ക്ലീൻ ചെയ്ത മീനാണ്. എന്നിട്ട് മസാലയിൽ മുക്കി വയ്ക്കുന്നു. ഉപ്പും മുളകും മറ്റു ചേരുവകളുമൊക്കെ പാകത്തിന് ചേർത്ത മസാലക്കൂട്ടാണ്. ഇനി ഇത് നന്നായി മുരിച്ചെടുക്കും. അതിങ്ങനെ ചൂടോടെ നമുക്ക് തരികയും ചെയ്യും. ഇതാണ് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. വീക്കെൻഡ് ദിവസങ്ങളിലും വൈകുന്നേരവുമൊക്കെ ഇവിടെ നല്ല ആൾത്തിരക്കായിരിക്കുമെന്നാണ് രാജു പറഞ്ഞത്. ഒറ്റ മീൻ മാത്രമല്ല, കഷ്ണങ്ങളാക്കിയും പൊരിക്കുന്നുണ്ട്. റെഡിയായി കഴിഞ്ഞ ഓരോ വിഭവവും ട്രേകളിലേക്ക് കൊണ്ടുവന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നു. മീൻമുട്ട തോരൻ റെഡിയായി കഴിഞ്ഞു. മീൻ നന്നാക്കുന്നതും പാകം ചെയ്യുന്നതുമെല്ലാം സ്ത്രീകളാണ്. എന്നാൽ പുരുഷന്മാരാണ് മിക്ക റെസ്റ്റോറന്റുകളിലും വിളമ്പുകാർ. മീൻമുട്ട കൊണ്ടുള്ള പലതരം വിഭവങ്ങളുണ്ട്. പലതരം മീൻമുട്ടകളുണ്ട്. അതെല്ലാം വളരെ രുചികരമാണെന്നാണ് രാജു പറയുന്നത്. ചെമ്മീനും വെന്തു കഴിഞ്ഞു. ചെമ്മീൻ ഉലർത്ത്. അത് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്ത് ട്രേയിൽ നിറയ്ക്കാൻ കൊണ്ടുപോകുന്നു. ആരുടെയും വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങളാണ്. കൊതിപ്പിക്കുന്ന മണവും. അതോടെ ഇവിടെ നിന്ന് തന്നെയാവാം ഉച്ചഭക്ഷണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഏതായാലും ഇവർ ഞങ്ങളെ കൊതിപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി നത്തോലി വറക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. നന്നായി ക്ലീൻ ചെയ്ത നത്തോലി. അതിൽ മസാലക്കൂട്ട് പുരട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് തന്നെ രസകരമായ ഒരു കാര്യമാണ്. പാചകവും ആസ്വാദ്യമായ ഒരു കലയാണല്ലോ. ഒരടുപ്പിൽ വേറെ മീൻ വറുത്തു തുടങ്ങി. നേരത്തെ കഷ്ണങ്ങളാക്കി മസാലയിൽ മുക്കിവെച്ച മീൻ കഷ്ണങ്ങളാണ്. പലതരം മീനുകൾ മുരിയുന്ന ആകർഷകമായ ഗന്ധം ആ പ്രദേശത്താകെ പരന്നു കഴിഞ്ഞു. വറുത്ത മീൻ കോരി വെച്ചിരിക്കുന്നു. തവയിലേക്ക് എണ്ണ യഥേഷ്ടം ഒഴിക്കുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്കും നിരത്തിവെച്ച പാത്രങ്ങളിലെല്ലാം നിരവധി വിഭവങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. നത്തോലി, പ്രോൺസ്, മറ്റു പലതരം മീനുകൾ, മീൻമുട്ട എന്നിങ്ങനെ പലതും. അപ്പോഴേക്കും ചോറും റെഡിയായി വന്നു. ഇതിനകത്തൊരു AC ഹാളുണ്ട്.
കാറ്റും വെളിച്ചവുമൊന്നും കടക്കാത്ത ഒരു മുറി. AC ആയതിനാൽ തണുപ്പുണ്ട്. എങ്കിലും ഈ ഇടുങ്ങിയ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യക്കുറവ്. എന്നാൽ മുകളിലേക്ക് പോകാമെന്നായി കടക്കാർ. കണ്ടപ്പോൾ ഒട്ടും ആകർഷകമായി തോന്നിയില്ല. ഒരു പയ്യൻ ഞങ്ങളെ അവിടേക്ക് നയിച്ചു. നേരത്തെ കണ്ട കടയുടെ മുകൾ ഭാഗമാണിത്. വിഭവങ്ങൾ താഴെ നിന്നാണ് വരിക. ഞങ്ങൾ മുകളിലേക്ക് കയറി ചെന്നു. കൊള്ളാം, ഇവിടെ ഗംഭീര ആംബിയൻസ് ആണ്. ഗോവയിലൊക്കെയുള്ള കടൽ തീര റെസ്റ്റോറന്റുകൾ പോലെ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകമായ തീമിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. ഒരു കരീബിയൻ തീം. മൂഞ്ചിൽ റെസ്റ്റോറന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇവനാണ് ഈ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലെ കാര്യങ്ങൾ നോക്കുന്നത്. വെല്ലൂർ ഭാഗത്ത് എവിടെയോ ആണ് ഇവന്റെ വീട്. ജോലിക്കായി ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇവനും കടയിലെ സഹായി തന്നെ. ഏറാൾ കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെമ്മീൻ ഉലർത്തിയതും ചോറും മീൻമുട്ടയുടെ ഫ്രൈയും ഓർഡർ ചെയ്തു. മറ്റു ചില കറികൾ കൂടി കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ സീറ്റ് പിടിച്ചു. രാജുവും സെന്നിയുമുണ്ട് കൂടെ. വീപ്പയുടെ മുകളിൽ പലക വെച്ചുണ്ടാക്കിയ മേശ. ചെറിയ ബാരലുകൾ കൊണ്ടാണ് ഇരിപ്പിടങ്ങൾ. ഞങ്ങൾക്കുള്ള ചോറും കറികളുമൊക്കെ എത്തി. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ. ആദ്യം ചോറും സാമ്പാറും മറ്റു കറികളുമൊക്കെ വരും. പിന്നെ കുറച്ചു നേരം കാത്തിരിക്കണം ഓർഡർ ചെയ്ത സ്പെഷ്യൽ വിഭവങ്ങളെത്താൻ. എന്തുകൊണ്ടാണ് അതെല്ലാം ഒരുമിച്ച് ഒരു റെസ്റ്റോറന്റുകാരും കൊടുക്കാത്തത് എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. ഇവിടെ താഴെ അതെല്ലാം വറുത്തുവെച്ചത് കണ്ടതാണല്ലോ. എന്നാലും ചോറൊക്കെ വന്ന് കുറച്ചു കഴിഞ്ഞിട്ടേ മീൻ ഫ്രൈ വരൂ. നാട്ടിലും അങ്ങനെയാണല്ലോ. വലിയ പാത്രങ്ങളിൽ മീൻ കുളമ്പ് വന്നിട്ടുണ്ട്. മീൻ ചാറ്. ചോറിനൊപ്പം അത് ഫ്രീ ആണ്. ഇഷ്ടം പോലെ ചോറുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത എന്തോ സ്പെഷ്യൽ വിഭവം വന്നു. അതിലെന്തോ പൊടിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ വളരെ സാവധാനം ഞങ്ങളുടെ അടുത്തേക്ക്. സാമ്പിളാണിത്. ഇത് തന്നെ മതിയോ എന്നറിയാനാണ്. മീൻമുട്ടയും ചെമ്മീനും ഓരോ പ്ലേറ്റ് വന്നു. ഞങ്ങൾ 3 പ്ലേറ്റാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ പിന്നാലെ ബാക്കിയുള്ളതുമെത്തി. നല്ല രുചിയുള്ള കടൽ വിഭവങ്ങൾ. അതെല്ലാം കൂടി ഞങ്ങൾ ഒരു പിടിപിടിച്ചു. എനിക്ക് ആകെയുള്ള പ്രശ്നം ഇത് പച്ചരിച്ചോറാണെന്നത് മാത്രമാണ്. നമ്മുടെ കുത്തിരിച്ചോറും കൂട്ടിയായിരുന്നെങ്കിൽ തകർത്തേനെ. വെജ് കറികളും കുഴപ്പമില്ല. നല്ല സാമ്പാർ, തോരനും കൂട്ടുകറികളും ഒക്കെയുണ്ട്. നല്ല ആംബിയൻസ് ഉള്ള റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ്. നല്ല കടൽക്കാറ്റ്. ഞങ്ങൾ കയറിയത് ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിക്കുള്ള ആളുകൾ അപ്പോഴേക്കും കയറി വന്നു. അങ്ങനെ മുകളിലെ മൂഞ്ചിൽ റെസ്റ്റോറന്റിൽ നിറയെ ആളുകളായെന്ന് പറയാം. ഞങ്ങൾ പണമൊക്കെ കൊടുത്ത് ആ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി യാത്ര തുടരുകയാണ്. അപ്പോഴും ബീച്ച് സൈഡിലെ വഴിയോരങ്ങളിൽ മീൻ കച്ചവടക്കാരുണ്ട്. നട്ടുച്ച കഴിഞ്ഞ നേരമാണ്. ഇവിടെ ഇപ്പോഴും കച്ചവടം നടക്കുന്നുണ്ട്. വൈകിട്ടും നല്ല കച്ചവടമുണ്ടാകും അവിടെയൊക്കെ. ബീച്ച് ഏരിയ പിന്നിട്ടു. ധാരാളം പ്രശസ്ത വ്യക്തികൾ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്ത ഒരു നഗരമാണ് ചെന്നൈ. ഇന്ത്യ അറിയുന്ന, ലോകമറിയുന്ന പ്രഗത്ഭരായ ആളുകൾ ഇപ്പോഴും അവരിവിടെയുണ്ട്. AR റഹ്മാനും കമൽഹാസനും രജനീകാന്തും ഉൾപ്പെടെ നിരവധി പേർ. അണ്ണാദുരൈ, MGR, കരുണാനിധി തുടങ്ങി നിരവധി പ്രഗത്ഭമതികളെ സൃഷ്ടിച്ച നഗരം കൂടിയാണിത്. തമിഴ്നാടിന്റെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലൂടെ ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നുപോയി. DGPയുടെ ഓഫീസൊക്കെ ഈ ക്യാമ്പസിലാണ്. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നു പോകുന്നത് പോലെയുണ്ട്. ഇതൊരു ഫ്യൂണറൽ കോച്ചാണ്. മൃതദേഹം സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വാഹനം. കാഞ്ചീപുരത്ത് മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടതുപോലെ മാലയിട്ട പിക്കപ്പ് വാഹനമല്ല. എയർ കണ്ടീഷൻഡായ മോഡേൺ വണ്ടി. ഇക്കാണുന്നത് ചെന്നൈയിലെ സിറ്റി സെന്റർ എന്ന മാളാണ്. സിറ്റി സെന്റർ മാൾ ഇന്ത്യയുടെ പല നഗരങ്ങളിലുമുണ്ട്. രാധാകൃഷ്ണൻ ശാലൈ എന്ന റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ മുൻ രാഷ്ട്രപതിയാണല്ലോ S. രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ തെലുങ്ക് കുടുംബത്തിൽ ജനിച്ചയാൾ. ഈ റോഡിന്റെ ഓരത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന വീട്. ചെന്നൈയിൽ വളർന്ന പ്രമുഖരുടെ നിര വളരെ വലുതാണ്. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, പെപ്സിക്കോ ചെയർപേഴ്സൺ ഇന്ദിര നൂയി,
SP ബാലസുബ്രഹ്മണ്യം, ശിവാജി ഗണേശൻ, കമൽ ഹാസൻ, ഇളയരാജ, ജയഭാരതി, രജനീകാന്ത്, AR റഹ്മാൻ, ശ്രീദേവി, MS വിശ്വനാഥൻ, എഴുത്തുകാരൻ RK നാരായണൻ, MS സ്വാമിനാഥൻ, CV രാമൻ, ശ്രീനിവാസ രാമാനുജൻ, വിശ്വനാഥൻ ആനന്ദ് എന്നിങ്ങനെ നീളുന്നു ആ നിര. ഇത് AVMന്റെ കല്യാണ മണ്ഡപമാണ്. AVM സ്റ്റുഡിയോയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ മറ്റു പല സ്ഥാപനങ്ങളുമായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക മണ്ഡലത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ തെക്കേ ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. സിനിമയിലും രാഷ്ട്രീയത്തിലും ശാസ്ത്രരംഗത്തും കായിക മേഖലയിലും സാഹിത്യത്തിലുമെല്ലാം വലിയ സംഭാവനകൾ നൽകിയ പ്രമുഖരുടെ നഗരം. ITCയുടെ വെൽക്കം ഹോട്ടലും പിന്നിട്ട് ഈ നഗരത്തിലെ പ്രമുഖരായ ചിലരുടെ വീടുകൾ കാണാനായി ഞാൻ സഞ്ചാരം തുടർന്നു.